ടീച്ചറുടെ നിർദ്ദേശം കൂടി, അഭിപ്രായം കൂടി, എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാം? ടീച്ചർ നേരത്തെ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവരെ തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിൽ പറഞ്ഞവരെ എല്ലാം ബഹുമാനിക്കുന്നു. ഇതിൽ പറഞ്ഞവരെ എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെങ്കിൽ ഇത് കുറേ കാലമായിട്ടുള്ള കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളെ പറഞ്ഞത് മുഴുവനും. ഇതുകൊണ്ടൊന്നും ഈ കേരളം നന്നാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. നിയമത്തിൽ ഭേദഗതി വരുത്തണം. ചുട്ടയിലുള്ളത് ശീലം ചുടല വരെ എന്നാണ്. അല്ലലുള്ള പുളിയെ ചുള്ളിയുള്ള കാടറിയത്തുള്ളൂ. ഇപ്പം ബിവറേജും ഭാഗ്യക്കുറി ഇല്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം എല്ലാവരെയും. ആരും അധ്വാനിക്കാതെ എന്തോ കൈ നനയാതെ മീൻ പിടിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ആയി പോകുന്നത്. രക്ഷിതാക്കളാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാത്തതും അവിടെ വീട്ടിൽ പറയുന്ന ഒന്നും ആരും കേൾക്കത്തില്ല. രക്ഷിതാക്കളൊന്നും ഇപ്പോൾ ഒന്നുമല്ല. ഈ ബാലനിയമം വന്നതോടുകൂടി രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാനോ ശാസിക്കാനോ ഒന്നും ഒരു അവകാശവുമില്ല. ഈ ഓരോ കമ്മിറ്റിയുടെ കാര്യവും അവരുടെ കാര്യവും ഇവരുടെ കാര്യവും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്നാണ് നന്നാകേണ്ടത്. വീട്ടിൽ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അല്ല കുട്ടി അങ്ങനെ ഇന്നിപ്പോൾ കുട്ടി എന്തുവാ ക്വസ്റ്റ്യൻ പേപ്പർ തരണം ചെയ്ത് 10ാം ക്ലാസ്സിൽ എഴുതാനോ കുട്ടിക്ക് പേടിയോ? എന്ത് പേടി? എന്തിനു പേടി? ആരായി പേടി മാറ്റണ്ടിയേ? ആരെയാ പേടി? കുട്ടിയൊക്കെ ആരെയാ പേടി? ഇതിന് അടിത്തറയില്ല, അടിസ്ഥാനമില്ല. സർക്കാരിന് ചെയ്യാനുള്ള സർക്കാർ ചെയ്യണം, കോടതിക്ക് ചെയ്യാനുള്ള കോടതി ചെയ്യണം, നിയമത്തിൽ ഭേദഗതി വരുത്തണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനി കമ്മിറ്റി ഉണ്ടാക്കി ഇത് കുറേ കാലമായി കേൾക്കുന്നു. കുറേ കമ്മിറ്റി സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു കേട്ടോ, ക്യാപ്റ്റൻ സാറിനെ. ആ സാറിനെ ബഹുമാനിക്കുന്നു. കുറേ നിയമങ്ങളും കാര്യങ്ങളും എനിക്ക് അത്ര നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ലോകപരിചയമുണ്ട്. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടതാണ്. കുട്ടികളുടെ അനുഭവം വെച്ച് പറയുകയാണ്, ഇവിടുത്തെ കുട്ടികൾ രക്ഷപ്പെടണമെങ്കിൽ ശിക്ഷ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഈ കുട്ടികൾക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണം. ഒരിക്കലും ഇതുങ്ങളെ നന്നാക്കാൻ നോക്കിയാൽ, നമ്മൾ നന്നാക്കാൻ നോക്കിയാലൊന്നും ഈ ഒരു സൈക്കോളജിസ്റ്റും പറയുന്ന ഒന്നും ഇവരെ ആരും കേൾക്കാറൊന്നുമില്ല. അവരുടെ തോന്നിവാസത്തിനും തന്നിഷ്ടത്തിനും തന്നെയാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് നിയമത്തിൽ ഭേദഗതി വരുത്തി രക്ഷിതാക്കൾ ശ്രദ്ധിക്കാനുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ടീച്ചർമാർ ശ്രദ്ധിക്കാനുള്ള ടീച്ചർമാർ ശ്രദ്ധിക്കണം. ആ ടീച്ചർമാർക്കൊക്കെ ഇച്ചിരൊക്കെ പവർ കൊടുക്കണം. ഒരു പവറും ഇല്ല ഇപ്പം ടീച്ചർമാർക്ക്, ഒരു പവറും ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിയമത്തിലൊക്കെ ഭേദഗതി വരുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല സർക്കാർ ഭരണം നല്ലതായിട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരു ഭരിക്കണം കേരളം. കേരളം കഴിവുള്ളൊരു ഭരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം വരും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ, വേറെ ഒന്നുമില്ല എനിക്ക് പറയാൻ. ഓക്കെ, സന്ദീപ് 1 മിനിറ്റ് പെട്ടെന്ന് പറയാം. അല്ല, നേരത്തെ സെൻകുമാർ സാറ് പറഞ്ഞത് വളരെ വളരെ നമ്പേഴ്സ് വെച്ചാണ് പറഞ്ഞത്. പുള്ളി ഡേറ്റ വളരെ കൃത്യമായിട്ടാണ്. അത് തന്നെയാണ്. അത്തരം ഡേറ്റകൾ മുന്നിൽ വെച്ച് വേണം ഇനി അങ്ങോട്ടൊരു നാർക്കോട്ടിക് വാർ റൂം തന്നെ ഓപ്പൺ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രോആക്റ്റീവായിട്ട് ഒരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിൻ്റെ കൂടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഭരണകൂടമാണ് മുൻകൈ എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവർ ഡൈവേർജ് ചെയ്ത് പോകുന്ന കൊച്ചു കുട്ടികളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതുകൊണ്ട് അവരുടെ മറ്റ് ചിന്തകളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അതൊരു വലിയ പ്രോസസ്സാണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നേരത്തെ മാഡം അധ്യാപിക പറഞ്ഞ പല കാര്യങ്ങളിലോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അവരൊക്കെ പ്രോആക്റ്റീവായിട്ട് ഇനി നിൽക്കേണ്ട ഒരു ഘട്ടമാണ്. അത് നടക്കില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പറയാം. സർക്കാരിന് ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്ന ഈ മാധ്യമം അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്ന മാധ്യമത്തിനൊക്കെ സെൻസർഷിപ്പും അത്തരം കാര്യങ്ങളും ഒക്കെ ഇവിടെ സർക്കാർ സംവിധാനത്തിലുള്ളതാണ്. അതൊക്കെ ഇനി ഭാവിയിൽ എല്ലാവർക്കും ഒരു പുനർചിന്തനത്തിനുള്ള ഒരു സമയമാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കുമ്പോൾ സിനിമയിൽ നിന്നും എന്ത് തരത്തിലുള്ള മറ്റ് സഹായ സഹകരണവും ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ ഫിലിം ചേംബറിൻ്റെ ഭാഗത്തുനിന്നും എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് അവരെ ചേർപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ വളരെ ഇതാണ്, ഇത്തരം ചില മാഡം ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഇത്തരം ഗെയിമുകൾ നമ്മൾ പറയാതെ പോകരുത്. ചില വീഡിയോ ഗെയിമുകൾ മരണത്തിലേക്ക് എത്തിക്കുന്നുണ്ട്.
അപ്പം ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ അതിനെ നമ്മൾ ഇത് ചെയ്യണം. അത് വളരെയധികം അതിനൊരു നിയന്ത്രണം വേണം. കാരണം വെച്ചാൽ പല പിള്ളേരും അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായി ഊർജ്ജം കൊള്ളുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ, വീഡിയോ ഗെയിമുകൾ നമ്മൾ പോലും അറിയുന്നില്ല. അത് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നു.